എല്ലാവർക്കും ഡിഎസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചെറുപയർ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. എന്ന റെസിപ്പിയിലേക്ക് പോകാം. ഇതിനുവേണ്ടി ഞാനിവിടെ 100 ഗ്രാം ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. അത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. രാത്രി വെള്ളത്തിലിട്ട് വെച്ചതാണിത്. രാവിലെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊരു കുക്കറിലേക്ക് നല്ലതുപോലെ കഴുകിയെടുത്ത് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചതും ഒരു ചെറിയ സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് കളറിന് ആവശ്യമായിട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകവും ഒരു 3 ടേബിൾ സ്പൂണോളം ചിരകിയ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ഇട്ട് കൊടുത്ത് പാകത്തിന് ഉപ്പും കൂടി ഇട്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ വേവിച്ചെടുക്കണം. 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം. അത് നമ്മൾ കുക്കറിൻ്റെ വേവനുസരിച്ച് നമ്മൾ നല്ലതുപോലെ വേവിച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ ഇത് നന്നായി വെന്ത് വരട്ടെ, വെയിറ്റ് ചെയ്യാം. ചെറുപയറെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഇനി ഒന്ന് ഉടച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ നല്ല ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് പാകത്തിന് ലൂസാക്കി എടുത്താൽ മതി. ഇപ്പം റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറുത്തിട്ട് കൊടുക്കണം. ഇനിയാണ് നമ്മൾ ചെറുപയർ കറിക്ക് ടേസ്റ്റ് കൂടാനായി ഇടുന്നത്. നമ്മളിതിലേക്ക് ബട്ടറിലാണ് നമ്മൾ വറുത്തിട്ട് കൊടുക്കുന്നത്. അപ്പം ഇതിലേക്ക് ഇനി കടുക്, ക്രഷ് ചെയ്തെടുത്ത വറ്റൽമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി നമുക്കിട്ട് ഒന്ന് മൂപ്പിച്ച് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ചെയ്തെടുക്കുമ്പോഴാണ് ഈ ചെറുപയർ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാകുന്നത്. നിങ്ങളെല്ലാവരും ഒരു തവണ ഉണ്ടാക്കി നോക്കിക്കോളൂ. ഇത് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ കറിക്ക് നല്ല ടേസ്റ്റാണ് കിട്ടുക. ഇപ്പോൾ നമ്മൾ ചെറുപയർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നാൽ അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.